ധർമ്മമുള്ളിടത്തോളം കാലം പ്രസക്തമാണ് രാമകഥ എന്ന് മാതാമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി. രാമകഥ കുടുംബജീവിതത്തിനും വ്യക്തിജീവിതത്തിനും രാഷ്ട്രത്തിനും ഏറെ പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. മനുഷ്യനെ ഭക്തിയിലൂടെ മുക്തിയിലേക്ക് നയിക്കുന്ന ഒന്നാണിത്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രാമകഥ ഒരു വഴികാട്ടിയാണെന്നും സ്വാമി പറഞ്ഞു. ശ്രീറാം ജയ രാം ജയ് ജയ് രാം, ശ്രീറാം ജയ രാം ജയ് ജയ് രാം, ശ്രീറാം ജയ രാം ജയ് ജയ് രാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാമായണ മാസം അതിൻ്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ വർഷവും രാമായണത്തെപ്പറ്റി ചിന്തിക്കുകയും സ്മരിക്കുകയും രാമായണ മാസത്തെ നമ്മൾ ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർക്കിടക മാസത്തിൽ കേരളത്തിൽ എത്രയോ കേട്ടാലും മതി വരാത്ത ഒന്നാണ് രാമായണത്തിൻ്റെ ആ കഥാവൃത്തം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും കഥ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. എല്ലാവർക്കും ഒരേ രാമകഥ തന്നെയാണ് നമ്മളെല്ലാ വർഷവും വായിക്കുന്നതും പഠിക്കുന്നതും മനനം ചെയ്യുന്നതും. പക്ഷേ ആ രാമായണത്തിൻ്റെ പ്രസക്തി എല്ലാ വർഷവും കൂടുന്നൊരു ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. സാക്ഷാൽ ഈ ധർമ്മം എന്നൊരു വാക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഈ ധർമ്മമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ഈ പ്രകൃതിയുടെ താളലയം, അമ്മ പറയാറുണ്ടല്ലോ, ഈ പ്രകൃതിയുടെ താളലയം നഷ്ടപ്പെട്ടാൽ സകലതും നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരനും പ്രകൃതിയും രണ്ടല്ല. രാമൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി തന്നെയാണ്, പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള പരിഭാഗമായിട്ടുള്ള എൻ്റെ വസ്തുവും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ രാമൻ എങ്ങനെയാണ് രാമായണത്തിലൂടെ നമ്മളെ എപ്പോഴും ഒരു ഉണർത്തുപാട്ടായിട്ട് നമ്മൾ ഈ രാമകഥ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം ലോകത്തെ ഏറ്റവും എവിടെയും വ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത അത്രയും ഒന്നാണ് ധർമ്മം എന്നൊരു വാക്ക്. ആ ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടാണ് രാമനെ കാണുന്നത്. കാരണം ലോകത്ത് ഇന്ന് നമ്മൾ എപ്പോഴും ധർമ്മച്യുതിയെപ്പറ്റി പറയാറുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നത് എപ്പോഴൊക്കെയാണ് ധർമ്മച്യുതി ഉണ്ടാകുന്നത്, അപ്പോൾ ഞാൻ അവതരിക്കുന്നു എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് രാമകഥ പ്രചരിച്ചിരുന്നതും രാമകഥ നടന്നിട്ടുള്ളതും. ചരിത്രത്തിൽ നമ്മൾ ഇന്ന് നോക്കിയാൽ എവിടെയും എൻ്റെ ചരിത്രത്തിൽ ഈ ഭാരതത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ആ രാമഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കഥകളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇതിഹാസങ്ങളുമായി പെട്ടുള്ള എത്രയോ സ്ഥലങ്ങൾ നമുക്കിന്നും കാണാൻ കഴിയും. അപ്പോൾ രാമൻ എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ മുഴുവൻ ഒരു മാതൃകാ പുരുഷോത്തമനാണ്. അത് നമ്മുടെ ഒരു കുടുംബജീവിതത്തിലായിക്കോട്ടെ, ഒരു വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഒരു രാഷ്ട്രതന്ത്രത്തിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം. നമ്മളിന്ന് രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലതും നമ്മൾ കണ്ട് കേട്ട് മറന്നു പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്ന് ശ്രീരാമൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ 16 ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട 16 ഗുണങ്ങൾ, ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടോ എന്നാണ് വാൽമീകി ചോദിക്കുന്നത്. ആ പൂർണ്ണമായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി ആ ചരിത്രത്തെയാണ് വാൽമീകി പിന്നീട് രാമായണം എന്ന വലിയൊരു ഇതിഹാസമാക്കി മാറ്റുന്നത്. രാമായണം നമുക്ക് ഓരോ കഥാപാത്രങ്ങളും എല്ലാം പ്രകൃതിയായിട്ടാണെങ്കിൽ ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ രാമൻ തന്നെ നമുക്കറിയാം, രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാകുമ്പോൾ ഒരല്പം പോലും അതിൽ വെള്ളം ചേർക്കാൻ രാമൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ പലരും ആക്ഷേപിക്കുന്നതാണ് രാമൻ തൻ്റെ പത്നിയെ ഉപേക്ഷിച്ചില്ലേ, അത് ശരിയായ രീതിയാണോ എന്നുള്ളത്. പക്ഷേ രാമൻ ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഒരാളാണ്, ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. ഒരല്പം പോലും സംശയത്തിന് രാമൻ ഇട കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു അലക്കുകാരൻ്റെ ഒരു വാക്കിൽ പോലും അതിന് പോലും പ്രതിവിധിയായിട്ട് തൻ്റെ ധർമ്മത്തെ പരിരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുള്ള ഒരു ഉത്തമനായിട്ടുള്ള ഒരു ഭരണകർത്താവായിട്ടാണ് രാമൻ അറിയപ്പെടുന്നത്. ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് രാമൻ അവതരിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ രാവണ നിഗ്രഹമാണ് ഭഗവാന്റെ ലക്ഷ്യമെങ്കിലും അതുപോലെ തന്നെ നിഗ്രഹം പോലെ തന്നെ അനുഗ്രഹവും ഭഗവാന്റെ ഒരു ധർമ്മമാണ്. കാരണം ഈ വനവാസം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, വനവാസം ദശരഥ മഹാരാജാവിന് ഒരു ശാപം നിമിത്തമാണ്. ആ ശാപം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകേണ്ടി വന്നതെങ്കിലും ആ വനയാത്ര പോലും വനവാസം പോലും ലോകത്തിനും ഋഷി മുനികൾക്കും എല്ലാവർക്കും തന്നെ പ്രകൃതിക്കും അതുപോലെ പ്രപഞ്ചത്തിലെ സകല പ്രകൃതിയിലെ എല്ലാവർക്കും തന്നെ അത് അനുഗ്രഹമായിട്ട് മാറുകയായിരുന്നു. ഉദാഹരണത്തിന് പറയാം, അഹല്യാമോക്ഷം ഇതെല്ലാം നടന്നത് രാമൻ്റെ ആ യാത്രയിൽ കൂടി, രാമസ്യ അയനം, രാമൻ്റെ യാത്രയിൽ കൂടിയാണ് ഈ ഇതെല്ലാം നടന്നിട്ടുള്ളത്. നമുക്കറിയാം ശബരിയുടെ കഥ.
ശബരി എങ്ങനെയാണ്, ശബരി എത്രയോ കാലം കണ്ട് എപ്പോഴാണ് തൻ്റെ ഗുരു പറഞ്ഞ രീതിയിൽ ആ ഭഗവാന്റെ ആഗമനം ഉണ്ടാകുന്നത് എന്ന് കരുതിയിട്ട് ദിവസവും ശബരി ഓരോ ദിവസവും പൂജാപുഷ്പങ്ങൾ ഒരുക്കി വെക്കുകയാണ് ഭഗവാന് വേണ്ടിയിട്ട്. ആ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും എടുത്താലും പൂർണ്ണമായ പരമമായിട്ടുള്ള ആ ഭക്തിയിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്, ആ മുക്തിയുള്ള ആ താരക മന്ത്രമാണ് രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും രാമായണത്തിൻ്റെ എല്ലാവിധ രാമൻ്റെ അനുഗ്രഹങ്ങളും രാമായണത്തിൻ്റെ ആ പ്രസക്തി നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.